നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് BJP എന്നതിൽ സംശയമൊന്നുമില്ല. അത് തെളിയിക്കുന്ന പല കേസുകളും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഗതികെട്ട് കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ BJP MLA. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനകത്ത് ഇവർക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സുപ്രീം കോടതിയും തള്ളിയതോടെ ടൗൺ സബ് ഡിവിഷണൽ ഓഫീസറെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച രാജസ്ഥാനിലെ BJP MLA കൻവർലാൽ മീണ കോടതി മുമ്പാകെ കീഴടങ്ങിയിരിക്കുകയാണ്. ജലവാർ ജില്ലയിലെ മനോഹർ താനയിലെ കോടതിയിലാണ് അദ്ദേഹം കീഴടങ്ങിയത്. ഇതോടെ MLA സ്ഥാനത്ത് നിന്നും അദ്ദേഹം അയോഗ്യനാകേണ്ടി വരാനുള്ള സാധ്യത ശക്തമായിരിക്കുകയാണ്. എങ്കിലും കൻവർലാൽ മീണയുടെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സ്പീക്കർ വാസുദേവ് ദേവ്നാനി പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നായി 2 തവണ MLA ആയ കൻവർലാൽ മീണ 2005 അക്ലേരിയിലെ ടൗൺ SDO ആയ രാം നിവാസ് മേത്തയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്. ജനപ്രതിനിധി നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചാൽ ഒരു നിയമസഭാംഗത്തെ അയോഗ്യനാക്കേണ്ടതുണ്ട്. മീണയ്ക്കെതിരെ 27 കേസുകൾ നിലവിലുണ്ടെന്നതും ശ്രദ്ധേയപരമായ കാര്യമാണ്. അതിൽ 15 എണ്ണം ഈ സംഭവത്തിന് മുമ്പുള്ളതാണെന്നും ഈ 12 കേസുകൾ കൂടി ഈ കേസിന് ശേഷം ഫയൽ ചെയ്തതെന്നുമാണ് കോടതിയിൽ വ്യക്തമാക്കിയത്. കലാപം, മതസംഘർഷം ഉണ്ടാക്കൽ, ആരാധനാലയങ്ങൾ അശുദ്ധമാക്കൽ, അതിക്രമിച്ചു കയറൽ, പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ തുടങ്ങി ഗൗരവപരമായ നിരവധി കേസുകളാണ് MLAക്കെതിരെ ഇത് കൂടാതെയുള്ളത്. ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെയാണ് BJP MLA ആക്കി കൊണ്ടു നടക്കുന്നത് എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ളത് കൊണ്ടായിരിക്കാം പ്രാഥമികമായ വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. എന്നാൽ അതിനെതിരെ ഹർജി നൽകപ്പെട്ടപ്പോൾ 2020 മേൽക്കോടതി ശിക്ഷ ശരിവെക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി ശരിവെച്ചതോടെയാണ് MLA അവസാനം കീഴടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതുപോലെയുള്ള ക്രിമിനൽ ചരിത്രമുള്ള വ്യക്തികൾക്കെതിരെ BJP നടപടി സ്വീകരിക്കാൻ മടിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. അതേസമയം ഗവർണറെ ഉൾപ്പെടുത്തിയും ശിക്ഷയുടെ കാലാവധി 23 മാസമായി കുറച്ച കൻവർലാലിന്റെ അംഗത്വം നിലനിർത്താൻ വഴിയൊരുക്കാൻ BJP നേതൃത്വം ശ്രമിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ നിയമം മറികടക്കാനുള്ള രാഷ്ട്രീയ കച്ചവട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നതിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുമാണ് BJP ശക്തമായ പിന്തുണയ്ക്കൊപ്പം ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. മാത്രമല്ല, ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുമ്പോൾ സുപ്രീം കോടതി കണക്കിന് കൊടുക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സ്വയം അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള അപൂർവ കേസുകളിൽ ഒന്നാണിതെന്നും നിങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്തും ചെയ്യുമെന്നാണ് സുപ്രീം കോടതി തന്നെ അന്ന് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുക തന്നെയാണ് BJP സർക്കാർ ചെയ്യുന്നത്. ഈ സംഭവത്തിലൂടെ നിയമവ്യവസ്ഥയും ജനാധിപത്യത്തെയും മറികടക്കാൻ BJP ശ്രമിക്കുന്നതിന്റെ ഒരു വശം കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത്.